ഹലോ ഫ്രണ്ട്സ്, നോമ്പൊക്കെ ആവാറായില്ലേ? നിങ്ങളൊക്കെ നനച്ചുളി തുടങ്ങിയ അതായത് നമ്മൾ ഡീപ്പ് ക്ലീനിങ്. അപ്പോൾ ഞാൻ ഡീപ്പ് ക്ലീനിങ് തുടങ്ങിയിട്ട് കുറച്ചായിട്ടോ. ഞാൻ നേരത്തെ തന്നെ തുടങ്ങിയത്. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യാൻ നിന്നാൽ നമ്മളെ നടുവൊടിയും. അപ്പോൾ ഞാൻ പതുക്കെ ആയിട്ടാണ് ചെയ്യുക. അപ്പോൾ എൻ്റെ മുന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ആദ്യം തന്നെ എൻ്റെ റൂമാണ് ക്ലീൻ ചെയ്യാൻ നിന്നത്. അതിൻ്റെ ബാക്കി ഭാഗമാണ് വീഡിയോ. അപ്പോൾ വാർഡ്രോബും ബെഡും കട്ടിലും പിന്നെ ജനലുകളും എല്ലാം ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം ലാസ്റ്റത്തതാണ് അടിച്ചു വാരി വൃത്തിയാക്കാന്ന്. റാക്കിൻ്റെ മുകളിലത്തെ കച്ചറി എല്ലാ കച്ചറിയും ഉണ്ടാവും താഴത്ത്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം ഞാൻ അടിച്ചു വാരാനാണ് നിന്നത്. അടിച്ചു വാരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം എത്രത്തോളം കച്ചറ ഉണ്ട് എന്ന്. പിന്നെ അതേപോലെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഇഷ്ടത്തോടെ ചെയ്യുക, മടുപ്പോടെ ചെയ്യാതെ ഇഷ്ടത്തോടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പണിയൊക്കെ എളുപ്പം ചെയ്യും, റിസ്ക് ഇല്ലാതെ നമ്മളെ പണിയൊക്കെ കഴിയൂട്ടാം. അപ്പോൾ ഇഷ്ടത്തോടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ നോമ്പിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മളെ വീടൊക്കെ നല്ലോണം ക്ലീൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഓരോ ഭാഗമായിട്ടാണ് ക്ലീൻ ചെയ്യാൻ നിന്നത്. അതാണ് ഞാൻ ഫസ്റ്റിൽ തന്നെ എൻ്റെ റൂം ക്ലീൻ ചെയ്യാൻ നിന്നത്. അതാവുമ്പോൾ റൂം ക്ലീൻ ചെയ്താൽ തന്നെ നമുക്കൊരു ഒരു സമാധാനമല്ലേ, നമ്മളെ റൂം വൃത്തിയായല്ലോ എന്നുള്ളത്. അതാണ് ഞാൻ തുടക്കം കുറിച്ചത് കേട്ടോ. അപ്പോൾ ഓരോ ദിവസം അല്ലെങ്കിൽ ഇടവിട്ട ദിവസങ്ങളിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ നടുവേദനയും ഊരവേദനയും കൈവേദനയും പിന്നെ അതുപോലെ അതൊക്കെ മാറും, അതൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ നിസ്കാരവും കാര്യങ്ങളും ഭക്ഷണം ഉണ്ടാക്കലും അതൊക്കെ അതിൻ്റെ പുറമേ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാം കൂടെ അടിച്ചു വാരി ഒരു മൂലക്കൊക്കെ ആക്കിയിട്ടാണ് ഇതൊക്കെ എൻ്റെ റൂമത്തെ കച്ചറകളാണ്. ഇത്രയും തോനെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വാരി വൃത്തിയാക്കിയതിൻ്റെ ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത് വാതിൽ തുടച്ച് വൃത്തിയാക്കിയിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ വേഗം വെള്ളം എടുത്തെങ്ങാണ്ട് ആദ്യം ഒരു വെള്ളം കൊണ്ട് തുടച്ച് എന്നിട്ട് വീണ്ടും ഞാൻ സോപ്പും പൊടിയൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. കാരണം സോപ്പും പൊടി ഉപയോഗിച്ചാൽ ഒരു വെള്ള കളറ് വരുമെന്ന് അങ്ങനെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അത് കാരണം ഞാൻ സോപ്പും പൊടിയൊന്നും ഉപയോഗിച്ചില്ല. ആദ്യം ഒരു വെള്ളം കൊണ്ട് കഴുകി, പിന്നെ ആ വെള്ളം മാറ്റിയിട്ട് നല്ലൊരു വെള്ളം കൊണ്ട് 2 വട്ടം കഴുകി. അങ്ങനെയാണ് കഴുകിയത് കേട്ടോ എല്ലോടും. അതിപ്പോൾ കമ്പിയായാലും ജനലായാലും ബെഡും കട്ടിലും ഒക്കെ അങ്ങനെ കേട്ടോ ചെയ്ത്. അങ്ങനെ അത് വൃത്തിയാക്കിയതിൻ്റെ ശേഷം പിന്നെ ചുമരൊക്കെ ഞാൻ തുടച്ച് വൃത്തിയാക്കി എന്നിട്ട്. കാരണം എൻ്റെ ചുമരുമ്മ മഴ പെയ്താൽ ഒരു പൂപ്പൽ പോലെ വരും. അപ്പോൾ അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തിരുന്നു. പക്ഷെ അത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല. ക്ലിപ്പ് ഞാൻ എടുത്തിരുന്നു, പക്ഷെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ തുടക്കാൻ നിന്ന്. ഞാൻ ചുമര് തുടച്ചത് കൊണ്ട് ചുമരുമ്പത്തെ പെയിൻറ്റൊക്കെ അടർന്ന് പോരൽ തുടങ്ങി. ആ പൂപ്പലുള്ള ഭാഗങ്ങളത്തെ പെയിൻറ്റ് അടർന്ന് പോയി. അതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയൂട്ടോ. പിന്നെ നല്ലോണം ഞാൻ തുടച്ച് വൃത്തിയാക്കി 2-3 വട്ടം തുടച്ചിട്ടുണ്ട്. കാരണം നല്ലോണം ചളിയും പൊടിയൊക്കെ ഉണ്ടല്ലോ. നമ്മൾ റൂം മുഴുവനും ക്ലീൻ ചെയ്ത കാരണം നല്ല പൊടിയും ചളിയും കച്ചറിയും ഒക്കെ ഉണ്ടാവും. അങ്ങനെ വൃത്തിയാക്കിയതിന് ശേഷം പിന്നെയും നല്ല വെള്ളം കൊണ്ട് തുടച്ച് പിന്നെ ഞാൻ കട്ടിലൊക്കെ നീക്കിയിട്ടിട്ട് വീണ്ടും അവിടെ തുടച്ചിട്ടാണ്. നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ട് എടുത്ത് ഇങ്ങോട്ട് മാറ്റണം, ഇങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് മാറ്റണം. അങ്ങനെയൊക്കെ ഒരു ഇതാണ്. കുറേ സാധനം ഒരേ സ്ഥലത്ത് തന്നെ കുറേ ആഴ്ചകൾ നിൽക്കില്ല, അത് എവിടേക്കെങ്കിലും മാറ്റിയിടും. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നേരത്തെ ഭക്ഷണം കഴിച്ചിരിക്കണ്. പിന്നെ അപ്പോൾ ഇതും കൂടി അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ കുളിച്ച് നിസ്കരിക്കാമല്ലോ. അപ്പോൾ നമ്മൾ ളുഹർ തെറ്റൂല, അസർ ബാങ്ക് കൊടുക്കണതിൻ്റെ മുന്നേ. അങ്ങനെ പിന്നെ ഒറ്റ ദിവസം കൊണ്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ളുഹറും തെറ്റും നിസ്കാരം ഒക്കെ പോവും അങ്ങനെയൊക്കെ. അപ്പോൾ ഇൻ്റെ റൂം ഡീപ്പ് ക്ലീനിങ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. കണ്ടാൽ നല്ല രസമില്ലേ കാണാൻ. ഏത് ചെറിയ റൂമാണെന്നുണ്ടെങ്കിലും അത് വൃത്തിയാക്കുമ്പോൾ അതിൻ്റേതായ വൃത്തി ഒരു ഒക്കെ ഉണ്ടാവുമല്ലോ. എൻ്റെ മുന്നത്തെ കഴിഞ്ഞ വീഡിയോ പോയി കണ്ടാൽ അറിയാം എൻ്റെ റൂമിൻ്റെ കോലം എങ്ങനെ ആയിരുന്നെന്ന്. കണ്ടാത്തൊന്നും ഇങ്ങനത്തെ റൂം ഇങ്ങനെ ആയല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് പോകട്ടെ. കാരണം പഴയ റൂം ഭയങ്കര കച്ചറ അങ്ങനെ ആയിരുന്നു കിടന്നിരുന്നത്. ഞാനിതാ റാക്കിൻ്റെ മുകളും അലമാരി വാതിലും ഷെൽഫുകളും അങ്ങനെ എല്ലാ മൂലയും ഫാനും ഒക്കെ തുടച്ച് വൃത്തിയാക്കിയപ്പോൾ നല്ല ഭംഗിയും നല്ല വൃത്തിയുണ്ട് കേട്ടോ.
എനിക്ക് തന്നെ കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ. പിന്നെ ഈ വാതിൽമേലുള്ളത് നമ്മൾ എന്താ മുഹറം മാസത്തോ ഏതൊരു മാസം നമ്മൾ എഴുതി വെക്കൂലേ, അതാണ് കേട്ടോ. അത് പിന്നെ ഞാൻ അവിടുന്ന് കളയാനൊന്നും നിന്നിട്ടില്ല കേട്ടോ, അത് അവിടെ ഇരുന്നോട്ടെ ഒരു ബർക്കത്തിന് എന്ന് പറഞ്ഞിട്ട് അതവിടെ. ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.